ആത്മമിത്രം ആത്മമിത്രം യേശുയൻ ആത്മമിത്രം. ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചുകൊള്ളുകയാണ്. വീണ്ടും ഈ പ്രഭാതത്തിങ്കൽ ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായിട്ട് ആയിരിക്കാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നാം പുറപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ടുകൊണ്ട് ഇരിക്കുന്നത്. പുറപ്പാട് 18-ാം അധ്യായം എന്ന് പറയുന്നത് മോശ ഇസ്രായേൽ മക്കളെ മരുഭൂമിയിലൂടെ നടത്തിക്കൊണ്ടു പോകുമ്പോൾ തന്നെ കാണുവാനായിട്ട് തൻ്റെ അമ്മായപ്പൻ വരികയും അമ്മായപ്പൻ ചില കാര്യങ്ങൾ മോശയോട് പറയുകയും ചെയ്യുന്നതാണ് ഈ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതിൻ്റെ 1 മുതൽ 12 വരെയുള്ളതായ വാക്യങ്ങൾ നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിക്കുകയുണ്ടായി. ഇന്ന് നമുക്ക് 13 മുതൽ 18 വരെയുള്ളതായ വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ഈ യിത്രോ മോശയുടെ പ്രവർത്തന സ്റ്റൈലി കണ്ട് മോശയ്ക്ക് ചില ഉപദേശങ്ങൾ കൊടുക്കുന്നതാണ് ഈ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ടു അവോയ്ഡ് ബേൺ ഔട്ട്, ഡോണ്ട് ബി എ ലോൺ റേഞ്ചർ ഫോർ ക്രൈസ്റ്റ്. പ്രശ്നങ്ങൾ കൂടാതിരിപ്പാൻ തക്കവണ്ണം, ഗുരുതരമാകാതിരിപ്പാൻ തക്കവണ്ണം നാം ഒരിക്കലും ദൈവത്തിൻ്റെ കാര്യങ്ങൾ ഒറ്റയ്ക്കായിട്ട് ചെയ്യരുത്. അതാണ് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഈ ഭാഗം നാം വായിക്കുമ്പോൾ ഗോഡ്സ് റിബ്യൂക്ക് ത്രൂ ജെത്രോ ഓഫ് മോസസ് ലീഡർഷിപ്പ് സ്ട്രക്ചർ, മോശ ചെയ്യുന്ന ആ നേതൃസ്ഥാനത്തിൽ എപ്രകാരമാണ് ചെയ്യുന്നത് അത് കണ്ടിട്ട് തൻ്റെ അമ്മായപ്പനായ യിത്രോ മോശയോട് ശാസിക്കുന്ന ഒരു രംഗമാണ്. ആദ്യമേ ഈ യിത്രോ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ വലിയവനായ ദൈവം ചെയ്ത കാര്യങ്ങൾ മോശ പറഞ്ഞപ്പോൾ ദൈവത്തെ സ്തുതിച്ചു. അവരുടെ ജീവിതത്തിലുള്ളതായ വിജയങ്ങളെ കണ്ട്. എന്നാൽ അതിന് തൊട്ട് പിന്നാലെ മോശ ഇരുന്ന് ചെയ്യുന്ന കാര്യങ്ങൾ നാം 18-ാമത്തെ അധ്യായം 13 വരെയുള്ളതായ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത്, പിറ്റേന്നാൾ മോശ ജനത്തിന് ന്യായം വിധിപ്പാനിരുന്നു. ജനം രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ മോശയുടെ ചുറ്റും നിന്നു. അവൻ ജനത്തിനു വേണ്ടി ചെയ്യുന്നതൊക്കെയും മോശയുടെ അമ്മായപ്പൻ കണ്ടപ്പോൾ, നീ ജനത്തിനു വേണ്ടി ചെയ്യുന്ന ഈ കാര്യം എന്ത്? നീ ഏകനായി വിസ്തരിപ്പാനിരിക്കുകയും ജനമൊക്കെയും രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ നിൻ്റെ ചുറ്റും നിൽക്കുകയും ചെയ്യുന്നത് എന്ത് എന്ന് അവനോട് ചോദിച്ചു. 15-ാമത്തെ വാക്യത്തിൽ കാണുന്നത്, മോശ തൻ്റെ അമ്മായപ്പനോട് ദൈവത്തോട് ചോദിപ്പാൻ ജനം എൻ്റെ അടുക്കൽ വരുന്നു. അവർക്ക് ഒരു കാര്യമുണ്ടാകുമ്പോൾ അവർ എൻ്റെ അടുക്കൽ വരും. അവർക്ക് തമ്മിലുള്ള കാര്യം ഞാൻ കേട്ട് വിധിക്കുകയും ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും അവരെ അറിയിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. അതിന് മോശയുടെ അമ്മായപ്പൻ അവനോട് പറഞ്ഞത്, നീ ചെയ്യുന്ന കാര്യം നന്നല്ല. നീയും നിന്നോട് കൂടെയുള്ള ഈ ജനവും ക്ഷീണിച്ചു പോകും. ഈ കാര്യം നിനക്ക് അതിഭാരമാകുന്നു. ഏകനായി അത് നിവർത്തിപ്പാൻ നിനക്ക് കഴിയുന്നതല്ല. അപ്പോൾ അത്രമാത്രം വലിയ ഒരിതാണ്. രാവിലെ തൊട്ടിരിക്കുകയാണ്. ചിലപ്പോൾ ചിലരുടെയൊക്കെ കാര്യങ്ങൾ കേൾക്കുവാൻ സാധിച്ചില്ലെന്ന് വരാം, അതിന് സമയം കിട്ടിയില്ലെന്ന് വരാം. അങ്ങനെ പലവിധമായ പ്രശ്നങ്ങൾ യിത്രോ കണ്ടു. യിത്രോ കണ്ടപ്പോൾ യിത്രോ മോശയോട് പറയുകയാണ്, നീ ചെയ്യുന്നത് നന്നല്ല എന്ന് പറയുന്നത് അവൻ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചല്ല ചെയ്യുന്നത്, ദൈവത്തിൻ്റെ വിപരീതമായ രീതിയിലുള്ളതായ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ള അർത്ഥമല്ല ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പറയുന്നത്, നീ ഒറ്റയ്ക്ക് ഈ കാര്യങ്ങൾ ചെയ്താൽ നീയും ക്ഷീണിച്ചു പോകും. അതുപോലെ തന്നെ നിൻ്റെ
അടുക്കൽ വന്ന് നിൽക്കുന്നവർ, ചിലപ്പോൾ രാവിലെ തൊട്ട് വരുന്നവരായിരിക്കാം, വൈകുന്നേരം വരെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിന് വേണ്ടി നിൽക്കുന്നത്, അവരും നിന്ന് ശാരീരികമായി ക്ഷീണിച്ചു പോകും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ശാരീരികമായ രീതിയിൽ അത് നല്ല അല്ലാതെ ആത്മീയമായി നന്നല്ല എന്നല്ല ഇവിടെ യിത്രോ പറയുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ആലോചന യിത്രോ ഇനിയും അവനോട് പറഞ്ഞു കൊടുക്കുകയാണ്, നീ എന്തെല്ലാമാണ് ചെയ്യേണ്ടത്. ആ കാര്യങ്ങളൊക്കെ താഴോട്ട് നോക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം, 1-ാം നൂറ്റാണ്ടിൽ സഭ വരുന്നതായ സമയത്ത് ആ സഭയിൽ എപ്പോഴും ഒരു ഒത്തൊരുമയോടുകൂടെയായിരുന്നു കാര്യങ്ങൾ ചെയ്തത്. മാത്രമല്ല, 7-ാം അധ്യായത്തിലേക്ക് നാം വരുന്നതായ സമയത്ത് അവിടെ 6-ാം അധ്യായത്തിൽ നാം വരുന്നതായ സമയത്ത് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, അപ്പോസ്തലന്മാർക്ക് വചന ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് മേശയിലുള്ളതായ ശുശ്രൂഷകൾ ചെയ്യുവാൻ സമയം കിട്ടാതെ വന്നപ്പോൾ അവർ എന്ത് ചെയ്തു? മറ്റുള്ളവരെ, ആത്മാവുള്ളവരെ, ആത്മനിറവുള്ള ചിലരെ അവർ ശുശ്രൂഷകന്മാരായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് ഒന്നിച്ച് ജോലി ചെയ്യുക, അത് വളരെ അത്യാവശ്യമാണ്. നാം ഒന്നിച്ച് ആയിരിക്കണം കാര്യങ്ങൾ ചെയ്യുന്നത്. ഡോണ്ട് ഫോർസേക്ക് ദ ഫെലോഷിപ്പ്. നാം ഒന്നിച്ച് മറ്റുള്ളവരുമായിട്ട് ചെയ്യുന്നതായ സമയത്ത് നാം അത് മറന്നു പോകരുത്. നാം എപ്പോഴും ഒന്നിച്ച് മറ്റുള്ളവരെ എൻകറേജ് ചെയ്യണം. ദൈവികമായ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുകയും ഉത്സാഹം കാണിക്കുന്നവരെയും നാം മുന്നോട്ട് കൊണ്ടുവരണം. അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതത്തിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. പൗലോസ് പല ടീമുകളെ തയ്യാറാക്കിയിരുന്നു തൻ്റെ ആ ശുശ്രൂഷകൾ ചെയ്യുവാൻ വേണ്ടി. അപ്പോൾ ആ ശുശ്രൂഷകൾ മറ്റുള്ളവരോടുകൂടെയും ചെയ്ത് അവർ ഒന്നിച്ച് മുൻപോട്ട് പോകുമ്പോൾ അതിൻ്റെ ഭാരം കുറഞ്ഞിരിക്കും. എത്ര നല്ല ഒരിതാണ്. അതുകൊണ്ട് പ്രിയ വിശ്വാസികളെ, നാമും നമ്മുടെ സഭാജീവിതത്തിൽ ഈ ഒരു കാര്യം വളരെ വളരെ നാമും മാനിക്കേണ്ടവരാണ്. ഒരാൾ തന്നെ ഒരു വൺ മാൻ ഷോ ആകുവാൻ പാടില്ല. നാം എല്ലാവരും കൂടെ ഒന്നിച്ച് ചേർന്ന് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ ആയിരിക്കണം. അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നാം മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുകയും മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും ദൈവനാമ മഹത്വത്തിന് വേണ്ടി അവർ ധാരാളമായി വരും ദിവസങ്ങളിൽ എടുത്ത് ഉപയോഗിക്കുവാൻ തക്കവണ്ണം ആകേണ്ടതിനു വേണ്ടിയും നാം പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും അതിനുവേണ്ടി ഒരു സന്മനസ്സ് കാണിക്കുന്നവരും ആയിരിക്കണം എന്നുള്ളതാണ് യിത്രോയുടെ ഈ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. നിശ്ചയമായും യിത്രോയെ വലിയവനായ ദൈവം ആയിരിക്കും ആ സ്ഥാനത്ത് അത് കാര്യങ്ങൾ പറയേണ്ടതിന് വേണ്ടി കൊണ്ടുവന്നത്. എബ്രായ ലേഖനം 10-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, നാം ഒന്നിച്ച് കൂടി വരുന്നത് ഒരിക്കലും തിരസ്കരിച്ച് കളയരുത്. നാം മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുന്നവരായിരിക്കണം. എല്ലാ ദിവസങ്ങളും നാം ദൈവസന്നിധിയിലേക്ക് അടുക്കുന്നവരായിരിക്കണം. അങ്ങനെ അടുത്ത് മുൻപോട്ട് പോകുവാൻ ഈ വചനം മുഖാന്തരം വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.